അടുത്തതായി നമുക്കൊരു പുതിയ ഒരു വീഡിയോയിലേക്ക് പോകാം. ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് ഡിവൈസിൽ ഗേറ്റ് വേ. അപ്പം നമ്മൾ കഴിഞ്ഞ മൂന്ന് വീഡിയോസിലായിട്ട് റിപ്പീറ്റേഴ്സും സ്വിച്ച് ആൻഡ് റൂട്ടേഴ്സിനെ പറ്റി പഠിച്ചു. ഇനി നാലാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ഗേറ്റ് വേ. ഇൻ്റർനെറ്റ് നെറ്റ്വർക്കിംഗ് ഡിവൈസായ ഗേറ്റ് വേനെ പറ്റിയാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഗേറ്റ് വേ? What are gateways in computer networks? What are gateways? And in our day-to-day life, we use the internet in our computer, which may be connected to a LAN network. Internet is an example of WAN network. It may implement some other protocols or have different architecture from a LAN. Have you ever wondered how it is possible? In such cases, there is a need for a network connecting device known as gateways. Gateways are the most intelligent and highly configurable network connecting device. It operates in all the layers of the OSI model, which is also depicted in the image below. Gateways are the most intelligible and highly configurable network connecting device. നമ്മൾ ഇതുവരെ എന്ത് ചെയ്യുന്നുണ്ട്? 3 നെറ്റ്വർക്കിംഗ് ഡിവൈസസ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇൻ്റലിജൻറ്റും ഹൈലി കോൺഫിഗറബിൾ ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് ഡിവൈസാണ് ഇത് ഗേറ്റ്വേസ്. അത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എല്ലാ ലെയേഴ്സ്. ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ ഓൾ ദ ലെയേഴ്സ് ഓഫ് OSI മോഡൽ. OSIയുടെ 7 ലെയേഴ്സിലും വർക്ക് ചെയ്യുന്ന ഡിവൈസാണ് ഗേറ്റ് വേ. നോക്കാം. ഗേറ്റ് വേ കണക്ട് ചെയ്തിരിക്കുന്നതാണ് കണക്റ്റിംഗ് ഡിവൈസ്. ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക്, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ, OSIൻ്റെ 7 ലെയേഴ്സിലും കണക്ട് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഡിവൈസാണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ, ഫിഗർ കണ്ടില്ലേ? ദിസ് ആ a gateway connected in a network. Different networks are connected. Networks connected through a gateway network. Different type of networks. Gateways are connected in different type of architectures. Different ആയിട്ടുള്ള ആർക്കിടെക്ചറുള്ള നെറ്റ്വർക്കിൽ നമുക്ക് ആരെ കണക്ട് ചെയ്യാം? ഗേറ്റ് വേനെ കണക്ട് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന എല്ലാ ഡിവൈസസ് നോക്കിക്കഴിഞ്ഞാൽ റൂട്ടേഴ്സ് അവരെല്ലാം എന്താണ്? ഒരേ ആർക്കിടെക്ചർ, ഒരേ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഗേറ്റ് വേ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസും ഡിഫറെൻറ്റ് ആർക്കിടെക്ചറുള്ള നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ഡിവൈസാണ് എ ഗേറ്റ് വേ. Gateways is a network connecting device that can be used to connect two devices in two different networks, implementing different networking protocols and overall network architecture. In other words, a gateway is a node on a network that serves as an entrance to another network. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഗേറ്റ് വേ എന്താണ്? ഒരു കണക്റ്റിംഗ് ഡിവൈസ് ആണ് വിച്ച് കണക്ട് ടു ഡിവൈസസ് ഇൻ 2 ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ്. 2 ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗേറ്റ് വേസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കും ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സിൽ പ്രോട്ടോകോൾ ഡിഫറെൻ്റ് ആയിരിക്കും, ആർക്കിടെക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഒരു ഡിവൈസാണ് നമ്മൾ ഗേറ്റ് വേ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് സെർവ്സ് ആസ് ആൻ എൻട്രൻസ് ടു അനദർ നെറ്റ്വർക്ക്. വേറെ നെറ്റ്വർക്കിലേക്ക്, അതായത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർക്കിടെക്ചറിൽ നിന്ന് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർക്കിടെക്ചറിലേക്ക് കടക്കാനുള്ള എൻട്രൻസ് ആണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. ആൻഡ് വി ഓൾറെഡി ടോൾഡ് എ ഗേറ്റ് വേ ഇസ് ദ മോസ്റ്റ് intelligent device. Intelligent in terms of its working, error control, data packet routing, transmission speed, etc. It is the most intelligent device. It is a most intelligent device. വളരെ ഇൻ്റലിജൻ്റ് ആയ ഡിവൈസാണ്. ഇതിലൊക്കെയാണ് വർക്കിങ്ങിലും എറർ കൺട്രോളും ഡാറ്റ പാക്കറ്റിലും ഒരു പാക്കറ്റ് റൂട്ടിങ്ങിലും അതേപോലെ ട്രാൻസ്മിഷൻ സ്പീഡൊക്കെ നോക്കുന്ന സമയത്ത് ഇൻ്റലിജൻ്റ് ആയിട്ട് സ്വയം തീരുമാനിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റലിജൻറ്റ് ഡിവൈസാണ് ഗേറ്റ് വേ. ഓക്കെ, ഗോട്ട് ഇറ്റ്? One of the main features of using a gateway is that we can have a routing controls for different networks through gateways. Main feature in the gateway that it is we can have routing controls
controls. We can have routing controls for different networks through gateways. Routing controls നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. We can have routing controls. And the traffic flow in the transmission channels for different networks can be easily controlled by the gateways. Traffic flow വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഗേറ്റ്വേ വഴി. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രാഫിക് റൂട്ടിംഗ് കൺട്രോൾസ് നമ്മളെ കയ്യിലുണ്ടാവും, ഗേറ്റ്വേയിലുണ്ടാവും. അതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ട്രാഫിക് കൺട്രോൾ ചെയ്യാനും നമുക്ക് എന്ത് പറ്റും, ഗേറ്റ്വേ വഴി പറ്റും. A gateway is also called as a protocol converter. Why? It is also called as a protocol converter. ഇതെന്താണ് ഒരു പ്രോട്ടോകോൾ കൺവേർട്ടർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. Because it can convert the data packet as per the destination network protocol requirement. It can convert the data packet as per the destination network protocol requirement. നെറ്റ്വർക്ക് പ്രോട്ടോക്കോളിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് പ്രോട്ടോക്കോളിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തും. അവരുടെ പാക്കറ്റ് ഇപ്പം ഒരു നെറ്റ്വർക്കിൽ നിന്ന് വേറെ നെറ്റ്വർക്കിലേക്ക് കിടക്കുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ നെറ്റ്വർക്കിലേക്ക് കിടക്കുന്ന സമയത്ത് രണ്ടും ഉപയോഗിക്കുന്ന പാക്കറ്റ് സൈസ് വേറെ ആയിരിക്കാം, പാക്കറ്റ് ഫോർമാറ്റ് വേറെ ആയിരിക്കാം. അപ്പം ഡെസ്റ്റിനേഷനിലുള്ള എന്താണോ ആവശ്യം അതിനനുസരിച്ച് എന്ത് ചെയ്യും, പ്രോട്ടോക്കോൾ കൺവേർട്ട് ചെയ്യും ഗേറ്റ്വേ. It can also translate the data format as per the destination needs or architecture. ഡെസ്റ്റിനേഷൻ നീഡ്സിനനുസരിച്ച് ഡാറ്റ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യും, പാക്കറ്റ് ഫോർമാറ്റ് ചേഞ്ച് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്, ഇറ്റ്സ് എ പ്രോട്ടോകോൾ കൺവേർട്ടർ എന്ന് വിളിക്കുന്നു. എ ഗേറ്റ്വേ ആക്ട് ആസ് എ ഗേറ്റ്വേ ബിറ്റ്വീൻ ടു നെറ്റ്വർക്ക്സ് ആൻഡ് എനാബിൾ ട്രാഫിക് ടു ഫ്ലോ ഓഫ് ദ നെറ്റ്വർക്ക്. A gateway acts as a gate between two networks. It's a gate. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് എൻ എൻട്രൻസ് പോയിന്റ് ടു അനദർ നെറ്റ്വർക്ക്. അനദർ നെറ്റ്വർക്കിലേക്ക് കടക്കാനുള്ള എൻട്രൻസ് പോയിന്റ് ആണ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. Gateways are often associated with both routers and switches. ഒറ്റക്ക് നിൽക്കാൻ പറ്റുന്ന ഒരാളല്ല ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് റൂട്ടേഴ്സ് ആൻഡ് സ്വിച്ചസ്. റൂട്ടർ റൂട്ട്സ് ദ ഡാറ്റ പാക്കറ്റ്സ്. റൂട്ടറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. റൂട്ടർ റൂട്ട്സ് ദ ഡാറ്റ പാക്കറ്റ്സ് ടു ദ കറക്റ്റ് നോഡിലേക്ക് റൂട്ട് ചെയ്യും. റൂട്ടർ ചെയ്യുന്നത് കറക്റ്റ് നോഡിലേക്ക് പാക്കറ്റിനെ റൂട്ട് ചെയ്യും. സ്വിച്ചസ് എന്താ ചെയ്യുന്നത്, while a switch specify the actual path of the data, സ്വിച്ചിൽ ആക്ച്വൽ പാത്തയാണ് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യും സ്വിച്ച് വഴി in and out of the gateway. In general, a gateway expands the router's functionality. ഒന്നും കൂടി പറയുകയാണെങ്കിൽ, ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്ത് പറയാം, ഇറ്റ് എക്സ്പാൻഡ്സ് ദ റൂട്ടേഴ്സ് ഫംഗ്ഷനാലിറ്റി. റൂട്ടറിൻ്റെ ഫംഗ്ഷനാലിറ്റി തന്നെ അതിനൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്യുന്നു, അത് ഇൻ്റലിജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. By performing it in general, a gateway expands the router's functionality by performing data translation and protocol conversion. We are looking the working, how a gateway works. When a data packet arrives at the gateway, it first checks the header information. Header information check ചെയ്തു. After checking the destination IP address and any kind of errors in the data packets, it performs data translation and protocol conversion of the data packet as per the destination network's needs. ഇപ്പോൾ ഡെസ്റ്റിനേഷൻ ഐ പി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യും, അവിടെ എറർ കറക്ഷൻസ് ഒക്കെ നടത്തി എറർ ഉണ്ടോ നോക്കി, ഡാറ്റ പാക്കറ്റ്സ് എറർ ഇല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ലേഷൻ നടത്തും. ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്കിന് റിക്വയർമെൻറ്റ് എന്താണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഡാറ്റ പാക്കറ്റ് കൺവേർഷൻ നടത്തി. ഫൈനലി ഇറ്റ് ഫോർവേഡ്സ് ദ ഡാറ്റ പാക്കറ്റ് ദ ഡെസ്റ്റിനേഷൻ IP address by setting up a specific transmission path for the packet. Is it clear? ഇതാണ് വർക്കിംഗ്. ഒരു ഗേറ്റ്വേയുടെ വർക്കിംഗ് ആണ്. പാക്കറ്റ് വന്നു കഴിഞ്ഞാൽ അതിലെന്ത് IP അഡ്രസ്, ഡെസ്റ്റിനേഷൻ IP അഡ്രസ് ചെക്ക് ചെയ്തു, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ നോക്കി, പാക്കറ്റ് ഫോം, അതിനുശേഷം പാക്കറ്റ് ഫോർമാറ്റ്, ഡാറ്റ ഫോർമാറ്റ് ചേഞ്ച് ചെയ്തു. എന്തിനനുസരിച്ച്, ഡെസ്റ്റിനേഷൻ റിക്വയർമെൻറ്റിനനുസരിച്ച് പാക്കറ്റ് ചേഞ്ച് ചെയ്ത് അതിനെന്ത് ചെയ്യുന്നു, ആ ഡെസ്റ്റിനേഷനിലേക്ക് അതിന് ലാസ്റ്റ് വൺ അതിലേക്ക് സെൻഡ് ചെയ്യുന്നു. നമുക്ക് എന്തൊക്കെയാണ് ഗേറ്റ്വേയുടെ അഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് എ ഗേറ്റ്വേ. ഇറ്റ് ക്യാൻ കണക്ട് ദ ഡിവൈസസ് ഓഫ് ടു ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ് ഹാവിങ് ഡിസിമിലർ സ്ട്രക്ചേഴ്സ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. It can connect the devices of two different networks having dissimilar structures. It is an intelligent device with filtering capabilities. It is an intelligent, or gateway is an intelligent device with the capability for filtering capabilities, with the capability of filtering.
ഒരു ക്യാപ്പബിലിറ്റി, എന്താ ഫിൽറ്ററിങ് ക്യാപ്പബിലിറ്റി, ഫിൽറ്റർ ചെയ്യാൻ വേണ്ടാത്ത ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഇറ്റ് ഈസ് എ കൺട്രോൾ ഓവർ ബോത്ത് കൊളീഷൻ ആസ് വെൽ ആസ് ബ്രോഡ്കാസ്റ്റ് ഡൊമൈൻ. കൺട്രോൾ ഓവർ കൊളീഷൻസ്, റൂട്ടിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞാൽ കൊളീഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് ബ്രോഡ്കാസ്റ്റ് ഡൊമൈൻ. ഇറ്റ് യൂസസ് എ ഫുൾ ഡ്യൂപ്ലക്സ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അറിയാലോ വാട്ട് ഈസ് ഫുൾ ഡ്യൂപ്ലക്സ്? Uses a full duplex mode of communication. It has the fastest data transmission speed amongst all network connecting devices. വളരെ ഫാസ്റ്റാണ്. സ്വിച്ചിനേക്കാളും റൂട്ടറിനേക്കാളും റിപ്പീറ്ററിനേക്കാളും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് ഡിവൈസാണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ പെർഫോം ഡാറ്റ ട്രാൻസ്ലേഷൻ ആൻഡ് പ്രോട്ടോകോൾ കൺവേർഷൻ ഓഫ് ദ ഡാറ്റ പാക്കറ്റ് ആസ് പെർ ദ ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്ക്സ് നീഡ്സ്. നമ്മൾ പറഞ്ഞു, അതുകൊണ്ടാണ് ഇതിനെന്ത് വിളിക്കുന്നത്? പ്രോട്ടോകോൾ കൺവേർട്ടർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ക്യാൻ എൻകാപ്സുലേറ്റ് ആൻഡ് ഡീകാപ്സുലേറ്റ് ദ ഡാറ്റ പാക്കറ്റ്സ്. എൻകാപ്സുലേഷനും ഡീകാപ്സുലേഷനും. ഡാറ്റ പാക്കറ്റ് വരുന്നത് ഡീകാപ്സുലേറ്റ് ചെയ്ത് ഡെസ്റ്റിനേഷൻ IP കണ്ടുപിടിച്ചു, അവിടത്തേക്ക് എൻകാപ്സുലേറ്റ് ചെയ്തു, അങ്ങോട്ടേക്ക് അയക്കുന്നു. Can encapsulate and decapsulate the data packets. It has improved security than any other network connecting device. മറ്റുള്ള എല്ലാത്തിനേക്കാളും സെക്യൂരിറ്റി കൂടുതലാണ് ഗേറ്റ്വേസിന്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്? എന്താണ് ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് കോംപ്ലക്സ് ടു ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റ്. അത് കുറേ ഇൻ്റലിജൻറ്റ് വർക്കിംഗ് വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രോട്ടോകോൾസും അൽഗോരിതംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും ഗേറ്റ് വേയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? കോംപ്ലക്സ് ആണ് ടു ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റ്. ദ ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ് ഈസ് വെരി ഹൈ. ഇത്രയൊക്കെ ചെയ്യണമെങ്കിൽ എന്താണ്? കോസ്റ്റ് എന്തായാലും കൂടുമല്ലോ. ദ ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ് ഈസ് വെരി ഹൈ. ഇറ്റ് റിക്വയർസ് എ സ്പെഷ്യൽ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ കോൺഫിഗറേഷൻ. ഇത് കോൺഫിഗർ ചെയ്യണം നന്നായിട്ട്. സ്പെഷ്യൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ വെച്ചിട്ട് കാണും ഗേറ്റ് വേനെ കോൺഫിഗർ ചെയ്യാൻ. റൂട്ടറിനെ കോൺഫിഗർ ചെയ്യുന്നത് പോലെയല്ല, അതിലും കോംപ്ലക്സ് ആണ് ഒരു ഗേറ്റ് വേയുടെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. റിക്വസ്റ്റ് എ സ്പെഷ്യൽ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഗേറ്റ് വേനെ പറ്റി നമുക്ക് പറയാനുള്ളത്. എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.